ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരങ്ങൾ തരുന്ന വരമഹാലക്ഷ്മി വ്രതം ഏറ്റവും സിമ്പിളായി ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും, കലശമൊക്കെ വെച്ച് ഗ്രാൻഡായി ചെയ്യുന്നവർ കലശത്തിൽ എന്തൊക്കെ ഇടണമെന്നും എന്തൊക്കെ ഇട്ടാലാണ് നമുക്ക് ഒരു വർഷം ദേവിയുടെ മുഴുവൻ ഐശ്വര്യം ലഭിക്കുന്നതെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേര് ആദ്യം തന്നെ നേരത്തെ വരമഹാലക്ഷ്മി വ്രത പൂജയെപ്പറ്റി ഇടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ വരമഹാലക്ഷ്മി വ്രതം എന്നാണ് വരുന്നതെന്ന് പറയാം. ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുൻപ് വരുന്ന വെള്ളിയാഴ്ചയാണ് വരമഹാലക്ഷ്മി വ്രതമായി നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഈ വർഷം 2026 ആഗസ്റ്റ് 21 വരമഹാലക്ഷ്മി വ്രതം വരുന്നത്. ഒരുപാട് പേർക്കൊരു സംശയമുണ്ടായിരുന്നു, ആഗസ്റ്റ് 28 അന്നല്ലേ നമ്മൾ വരമഹാലക്ഷ്മി വ്രതമായിട്ട് ആചരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. അതായത് ശ്രാവണമാസം എന്ന് പറയുമ്പം നമ്മുടെ ചിങ്ങമാസമാണ്. അപ്പം ചിങ്ങമാസത്തിലെ പൗർണമി എന്ന് പറയുന്നത് വരുന്നത് ആഗസ്റ്റ് 27 ആഗസ്റ്റ് 27 വ്യാഴാഴ്ച രാവിലെ 9:10 തന്നെ നമുക്ക് പൗർണമി ആരംഭിക്കും. അപ്പം ആ പൗർണമിക്ക് മുൻപ് വരുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 21 അപ്പോൾ ഈ വർഷം നമുക്ക് നവമി തിഥിയോടും അനിഴം നക്ഷത്രത്തോടും കൂടി ചേർന്നാണ് ഈ ഒരു വരമഹാലക്ഷ്മി വ്രതം വന്നിരിക്കുന്നത്. അപ്പം അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത, ഓസ്പീഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു തരാം. ഇന്നിപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഏറ്റവും സിമ്പിളായി ചെയ്യുന്ന പൂജ, അല്ലെങ്കിൽ കലശം വെച്ച് ഗ്രാൻഡായി ചെയ്യുന്ന പൂജ. ഇത് രണ്ടുമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോത്തേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് എന്തൊക്കെ വസ്തുക്കൾ നമ്മൾ കലശത്തിൽ ഇടണമെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും എടുത്തെടുത്ത് പറഞ്ഞു തന്നതാണ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത വീഡിയോയാണ്. ലൈവായിട്ട് ചെയ്തത് നമ്മുടെ ആ ഒരു പേജിൽ കിടപ്പുണ്ട്. ലൈവിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ വെള്ളിയാഴ്ചയാണ് വരമഹാലക്ഷ്മി വ്രതം പൂജയായിട്ട് അനുഷ്ഠിക്കുന്നത്. സോ വ്യാഴാഴ്ച തന്നെ നമ്മുടെ വീടൊക്കെ തൂത്ത് തുടച്ച് ഭംഗിയാക്കി ഏറ്റവും ശുദ്ധമാക്കി നമ്മൾ വീടൊക്കെ ഇടണം. തലേ ദിവസം തന്നെ, അതായത് വ്യാഴാഴ്ച തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ മാവില തോരണങ്ങൾ 16 മാവിലകൾ തോരണമായിട്ട് ചാർത്താവുന്നതാണ്. വീടിൻ്റെ മുൻപിൽ നമുക്ക് കോലമൊക്കെ രാത്രി തന്നെ വരച്ചിടാം. കാരണം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം കൂടെ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് മാവില തോരണങ്ങൾ ചാർത്തി വീടിൻ്റെ ഫ്രണ്ടിൽ കോലമൊക്കെ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. കാരണം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നമുക്കിതെല്ലാം കൂടി പറ്റില്ല, നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമുക്കിതൊക്കെ നേരത്തെ തന്നെ ചെയ്യാം. ഇനി നിങ്ങൾ കലശമൊക്കെ വെച്ച് ദേവിയെ നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലൊക്കെ ദേവിയെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തലേ ദിവസം വ്യാഴാഴ്ച തന്നെ അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് നടത്തി വെക്കാവുന്നതാണ്. കലശത്തിൽ വെക്കുന്ന തേങ്ങ നന്നായിട്ട് മഞ്ഞൾ തേച്ച് ഉണക്കി നമ്മൾ വ്യാഴാഴ്ച തന്നെ വെക്കണം. എന്തൊക്കെ വസ്തുക്കളാണോ വേണ്ടത് അതെല്ലാം നമ്മൾ പൂജ ചെയ്യുന്നതിനടുത്തായിട്ട് ഒരുക്കിയും വെച്ചിരിക്കണം. സിമ്പിളായിട്ട് പൂജ ചെയ്യുന്നൊരു രീതിയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഈ വരമഹാലക്ഷ്മി പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വിളക്ക് കൊളുത്തുന്നിടത്തോ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹോളിലോ, ആ ഭാഗം നമ്മൾ ശുദ്ധമായ റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ശുദ്ധമായ ജലം ഇട്ടിട്ട് അവിടെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കുക. മുൻപായിട്ട് നമ്മൾ വരമഹാലക്ഷ്മി വ്രതമായിട്ട് എടുക്കണം. അതായത് അന്നത്തെ ദിവസം നമ്മൾ പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് കയ്യിൽ ഒരു മഞ്ഞൾ ചരട് കെട്ടിക്കൊണ്ട് വ്രതം എടുക്കണം. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ നമ്മൾ വെള്ളിയാഴ്ച, ഞാൻ പറയുകയാണെങ്കിൽ 6 to 7 ശുക്രഹോര സമയത്ത് വേണം. ഇപ്പോൾ കലശം വെച്ചിട്ട് മഹാലക്ഷ്മിയെ പൂജിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വീട്ടിലോട്ട് ദേവിയെ ആനയിക്കേണ്ടതെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യണം. അത് 6 to 7 ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാമോ എന്ന് ഒരു സംശയം കാണും. പക്ഷേ ഞാൻ 6 to 7 ശുക്രഹോരയിലാണ് അമ്മയെ വീട്ടിലോട്ട് ആനയിക്കുന്നത്. കാരണം വെള്ളിയാഴ്ച ശുക്രഹോര സമയത്ത് അമ്മ വീട്ടിലോട്ട് വന്നാൽ അത് വളരെ ഐശ്വര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളവർക്ക് 3:30 മുതൽ രാവിലെ 7 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ദേവിയെ വീട്ടിലോട്ട് ആനയിച്ചു കൊണ്ടുവരാം. ഫോട്ടോ മാത്രം വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിലും രാവിലെ 6 to 7 ആ ഒരു സമയത്താണ് നമ്മൾ ദേവിക്ക് മുൻപിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂജ ചെയ്യേണ്ടത്.
നമ്മൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും ദേവി നമുക്ക് തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം കലശം വെച്ചിട്ടാണെങ്കിലും ഫോട്ടോ മാത്രം വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞൾ ചരടെടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ വെള്ള നൂലെടുത്തിട്ട് മഞ്ഞൾ പൂശിയാൽ മതി. വെള്ള നൂലെടുത്ത് മഞ്ഞൾ പൂശി ഉണക്കിയെടുക്കണം. അങ്ങനെയല്ല, മഞ്ഞൾ ചരടായിട്ട് കട്ടിക്കുള്ള മഞ്ഞൾ ചരടായിട്ട് മേടിക്കാൻ കിട്ടുമെങ്കിൽ അതെടുത്തിട്ട് അതിൽ 7 കെട്ടുകളിട്ട് നമ്മൾ മഹാലക്ഷ്മിക്ക് മുൻപിലായിട്ട് ആദ്യം തന്നെ വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ എല്ലാം അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ചരട് രാവിലെ തന്നെ നമ്മുടെ ഭർത്താവിനെ കൊണ്ടോ ഭർത്താവിൻ്റെ അമ്മയെ കൊണ്ടോ ഇവരാരുമില്ലെങ്കിൽ നമുക്ക് സ്വയമേവ നമ്മുടെ വലത്തേ കയ്യിൽ അല്ലെങ്കിൽ ഇടത്തേ കയ്യിൽ ആ ഒരു ചരട് കെട്ടാവുന്നതാണ്. ഇനി പൂജ ചെയ്യുന്ന സ്ഥലം ശുദ്ധമാക്കിയതിന് ശേഷം ഒരു പീഠം വെക്കുക. സാമാന്യം നല്ല ഒരു പീഠം പൂജയ്ക്കായിട്ട് വാങ്ങി വെക്കുന്നത് ഉത്തമമാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എന്താണോ വെക്കുന്നത് അത് വെക്കുക. അതിന് പുറത്തായിട്ട് അറിയാവുന്നൊരു കോലം, ആ കോലത്തിൽ മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊടുക. ശേഷം നല്ല ചുമന്ന കളറിൽ, ഇപ്പം വരമഹാലക്ഷ്മി വ്രതം സിമ്പിളായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഗ്രാൻഡായിട്ട് ചെയ്യുന്നവരാണെങ്കിലും കഴിയുന്ന സാധനങ്ങൾ പുതിയത് മേടിക്കുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന അമ്മയ്ക്ക് സമർപ്പിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ ആ പീഠത്തിലിടുന്ന വസ്ത്രം, ഇതൊക്കെ പുതിയത് മേടിക്കണം. അപ്പം നല്ല റെഡ് കളറിലെ ഒരു തുണി വിരിക്കുക. അതിന് പുറത്തായിട്ട് ഇപ്പം കലശം വെച്ച് പൂജ ചെയ്യാൻ എല്ലാ വീട്ടിലും അനുമതിയില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വരമഹാലക്ഷ്മിയുടെ ഫോട്ടോയോ വിഗ്രഹമോ രണ്ടുമുണ്ടെങ്കിൽ രണ്ടും വെക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അത് വെച്ചിട്ട് അമ്മയ്ക്ക് നല്ല പൂക്കളൊക്കെ ചാർത്തണം. ആ ഫോട്ടോയ്ക്കും വിഗ്രഹത്തിനും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അലങ്കരിക്കണം. പൂക്കളൊക്കെ സമർപ്പിക്കണം. അഭിഷേകം ചെയ്യുന്നവരാണെങ്കിൽ അഭിഷേകം ചെയ്യണം. ഇനി അഭിഷേകം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും നന്നായിട്ട് തുടച്ച് പൊട്ടൊക്കെ വെച്ച് പൂക്കളൊക്കെ ചാർത്തുന്നു. നിങ്ങളുടെ കയ്യിൽ വിളക്ക്, നിലവിളക്കുണ്ടെങ്കിൽ അമ്മയ്ക്ക് 2 സൈഡിലുമായിട്ട് 5 തിരിയിട്ട് കൊളുത്തത്. 5 തിരി വെച്ച് 10 തിരി. ഇനി 2 നിലവിളക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. അത് 2 സൈഡിലും വെച്ച് നമുക്ക് ദീപം കൊളുത്താം. അപ്പം ഓരോ തിരിയിട്ടാൽ മതിയാവും. അതിന് ശേഷം ദേവിക്ക് മുൻപിലും നമുക്കൊരു വിളക്ക് വെക്കാം. അത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വിളക്കും, അഷ്ടലക്ഷ്മി വിളക്കോ ഗജലക്ഷ്മി വിളക്കോ ഏത് വിളക്കും നെയ്യൊഴിച്ച് അതും കൊളുത്തുക. അപ്പം 2 വലിയ നിലവിളക്ക് വെച്ചാണെങ്കിൽ ടോട്ടൽ 11 ദീപമാകും. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ 3 ദീപം. നമുക്ക് ഈ കണക്കൊന്നൊന്നുമില്ല. എത്ര ദീപങ്ങൾ വേണമെങ്കിലും വരമഹാലക്ഷ്മി വ്രതത്തിന് അന്ന് അമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് കൊളുത്താം. അതിന് ശേഷം ഗണേശ ഭഗവാൻ, ഒരുപാട് പേര് മഞ്ഞൾ ഗണപതി ഉണ്ടാക്കണം നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റേറ്റ്സിലും ഓരോ രീതിയാണ്. ഈ തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലാണ് മഞ്ഞൾ കൊണ്ട് ഗണേശനെ പിടിച്ചു വെക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാക്കാണ് ഇവിടെയൊക്കെയുള്ളവർ വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും, മഞ്ഞൾ ഗണപതിയെ വേണമെങ്കിൽ ഗണേശ ഭഗവാനാണെന്ന് വിചാരിച്ച് നമ്മൾ എന്തൊരു വസ്തു വെച്ചാലും അവിടെ ഭഗവാൻ സന്നിഹിതമാകും. അതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ ഗണപതി എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വെക്കണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും മഞ്ഞൾ ഗണപതിയെ നമുക്ക് വെക്കാവുന്നതാണ്. കാരണം പാർവതീ ദേവി ഭഗവാൻ ഗണേശനെ ആദ്യമായിട്ട് മഞ്ഞളിലാണ് ഉണ്ടാക്കിയത്. സോ നമുക്ക് മഞ്ഞൾ ഗണപതി ഉണ്ടാക്കി വെക്കാം. മഞ്ഞൾ ഗണപതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു മഞ്ഞൾ ഗണപതിയെ വെക്കുക. ആ ഗണേശന് മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ട് തൊടുക. കറുകപ്പുല്ലോ കിട്ടുന്ന പൂക്കൾ സമർപ്പിച്ച് ഓം ഗണപതിയെ നമഃ എന്ന് ചൊല്ലി ഈ വരലക്ഷ്മി വ്രതം എനിക്ക് ഏറ്റവും നന്നായി എടുക്കാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഒരു തുളസിയില എടുത്ത് ഓം നമോ നാരായണായ ചൊല്ലി നമുക്ക് ലക്ഷ്മി ദേവിയുടെ അടുത്ത് വെക്കാം. കാരണം ലക്ഷ്മി പൂജയിൽ ഭഗവാൻ നാരായണനും മസ്റ്റായിട്ട് വേണ്ടതാണ്. അതിന് ശേഷം സാധാരണ ചെയ്യുന്നതിലും കുറച്ച് ഗ്രാൻഡായി ചെയ്യുക. ഇപ്പം രാവിലെ വലിയ ആഡംബരമായിട്ട് ചെയ്യേണ്ട, വൈകിട്ടാണ് നമ്മൾ ആഡംബരമായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫ്രൂട്ട്സും അതേപോലെ നട്ട്സ്, നമ്മളെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ദേവിക്ക് മുൻപിൽ വെക്കാം. അതായത് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സ് ഉണ്ടെങ്കിൽ അതും പാല് കാച്ചി വെച്ചിട്ട് രാവിലെ നമ്മൾ ദേവിക്ക് മുൻപിലിരുന്ന് അമ്മയുടെ അഷ്ടോത്തരം അത് ചൊല്ലി അർച്ചന ചെയ്യാം. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സഹസ്രനാമം ജപിക്കാം. അങ്ങനെ എന്താണോ പറ്റുന്നത് അത് ചെയ്യുക. അന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ വ്രതമാണ്. ഇതൊക്കെ നമ്മൾ ദേവിക്ക് കൊടുത്തു, ധൂപദീപാരതി എടുത്തു, നിവേദ്യം സമർപ്പിച്ച് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം വേണം നമ്മൾ ചരട് കയ്യിൽ കെട്ടാൻ. ചരട് കയ്യിൽ കെട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ വ്രതമാണ്.
അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞത് ഇപ്പോൾ മെഡിസിൻസ് കഴിക്കുന്നവർ, ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് അരി ഒഴിച്ചുള്ള മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ വൈകിട്ടാണ് നമ്മൾ ഗ്രാൻഡായിട്ടുള്ള പൂജ. ഞാനിപ്പം ഇതിൽ ഗ്രാൻഡായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. വൈകിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നവർക്ക് വൈകിട്ട് ഇതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു മധുരവും അതേപോലെ തന്നെ ലെമൺ റൈസോ കേഡ് റൈസോ നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയ്ക്കൊരു സാരിയോ, നമ്മുടെ കയ്യിലെ എമൗണ്ട് അനുസരിച്ച് സാരിയും പുതിയ കുറച്ച് കുപ്പിവളകളും കയ്യിലുള്ള സ്വർണവും വെള്ളിയും ഒക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച് വീണ്ടും അമ്മയ്ക്ക് അഷ്ടോത്തരം ചൊല്ലാം, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, കനകധാര സ്തോത്രം ചൊല്ലാം, നെല്ലിക്കാ ദീപം കൊളുത്തിയൊക്കെ വൈകിട്ട് പ്രാർത്ഥിക്കാം. വീടിനടുത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ സുമംഗലികളെ വീട്ടിൽ വിളിച്ച് വരുത്തി അവർക്ക് താമ്പൂലം കൊടുക്കുന്ന ഒരു ശീലമൊന്നുമില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ഒരു ബ്ലൗസ് പീസോ സാരിയോ പട്ടോ അതിനോടൊപ്പം കുപ്പിവള, മഞ്ഞൾ, കുങ്കുമം, പൂവ് ഇതെല്ലാം കൂടെ വാങ്ങിച്ച് ദേവിക്ക് സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കുക. കാരണം ചില വീടുകളിലെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെയുള്ളവർ സമ്മതിച്ചൊന്നും വരില്ലല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ വരമഹാലക്ഷ്മി വ്രതം അന്നത്തെ ദിവസം ആ ഫോട്ടോയാണെങ്കിൽ ഒന്നും ചെയ്യരുത്. പിറ്റേ ദിവസം ശനിയാഴ്ച വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അതെടുക്കുമ്പം നമ്മൾ ആ ഫോട്ടോ വെച്ചവരാണെങ്കിൽ ആ ഫോട്ടോ അതുപോലെ എടുത്ത് നമ്മുടെ വീട്ടിലെ അരിപാത്രത്തിൽ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അമ്മേ ദേവി ഇവിടെ അന്നലക്ഷ്മിയായിട്ടും ധനലക്ഷ്മിയായിട്ടും വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ തന്നെ, അതായത് 1 മണിക്കൂറിന് ശേഷം അതെടുത്ത് നമുക്ക് നമ്മുടെ സ്ഥിരം പൂജാമുറിയിൽ കൊണ്ടുവെക്കാം. കലശമാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തേങ്ങായും മുഖവും നമ്മൾ അതേപടി അരിപാത്രത്തിൽ ഇരുന്നോട്ടെ. 3 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ച നമുക്കതെടുത്ത് സാധാരണ പോലെ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ കലശം വെച്ച് ചെയ്യുന്നവർ കലശത്തിലിടേണ്ടുന്ന വസ്തുവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് പോലെ കലശം വെക്കാൻ താല്പര്യമില്ല, വെറുതെ ഒരു കലശത്തിൽ തേങ്ങയൊക്കെ വെച്ച് വെക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ എന്തൊക്കെ വസ്തു, ഇപ്പോൾ നാരങ്ങായ, മഞ്ഞൾ, ജാതിക്ക, അതുപോലെ ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, ഏലക്ക, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇതൊക്കെ വാങ്ങിച്ചു വെക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമോ വെള്ളിയോ എന്തെങ്കിലും ഒന്ന്, അത് എത്ര വെള്ളി നാണയമുണ്ടോ അത്രയും ഇടാം. ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളി നാണയമോ എന്തെങ്കിലും സ്വർണ്ണത്തിൻ്റെ ഒരു കുഞ്ഞു പീസോ നമ്മൾ ഇട്ടാലും മതിയാവും. നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം അമ്മ നമുക്ക് ഇതിലും കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് കുറച്ചും കൂടി ഐശ്വര്യപ്രദമായിട്ട് ചെയ്യാനുള്ള അനുഗ്രഹം തരും. എനിക്കത് ഭയങ്കര അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാ വർഷവും ഒരു വർഷം, അതായത് കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹം ദേവി എനിക്ക് എപ്പോഴും തരാറുണ്ട്. ഞാൻ സമർപ്പിച്ചതിൻ്റെ ഇരട്ടി വസ്തുക്കൾ എനിക്ക് വീണ്ടും സമർപ്പിക്കാനുള്ള അനുഗ്രഹവും തരാറുണ്ട്. സോ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് അമ്മയ്ക്ക് ചെയ്യുക, ബാക്കിയൊക്കെ ദേവി നോക്കിക്കോളും. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് ഗ്രാൻഡായിട്ട് ചെയ്ത് വലിയ പൊലിമ കാണിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഭക്തി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഏറ്റവും സിമ്പിളെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട്. അതിനുശേഷമാണ് ഓരോ വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് കുറേശ്ശെ മാറ്റങ്ങൾ വന്ന് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയത്. സോ നമുക്ക് എന്താണോ പറ്റുന്നത് അതുപോലെ ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫോമാണ് ഫോട്ടോ വെച്ചിട്ടുള്ളത് ഞാൻ ഈ രീതി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇനി കലശം വെച്ച് ഗ്രാൻഡായിട്ട് ചെയ്യണമെന്നുള്ളവർ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ കലശം വെച്ച് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതേ രീതി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡെമോയായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. കാണണം എന്നുള്ളവരൊക്കെ അത് പോയി കണ്ട് ആ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്ക് തീർച്ചയായിട്ടും നല്ല ഐശ്വര്യം വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾ വീട്ടിൽ നോൺ വെജ് കംപ്ലീറ്റ്ലി ഉണ്ടാക്കുന്നതാണെങ്കിലും മറ്റ് കഴിക്കുന്നതാണെങ്കിലും അവോയ്ഡ് ചെയ്യണം. ഇപ്പം എത്ര പേരുടെ വീട്ടിൽ അത് സമ്മതിച്ച് തരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ വരമഹാലക്ഷ്മി വ്രതം കലശമൊക്കെ വെച്ച് ഗ്രാൻഡായിട്ട് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയല്ല, ഞങ്ങൾ വ്രതം എടുക്കുന്നുണ്ട് ഫോട്ടോ വെച്ചാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അന്നത്തെ ദിവസം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് ഒരു ദിവസം നിങ്ങളൊന്ന് വെളിയിൽ പോയി കഴിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു 2 ദിവസം നിങ്ങൾ കഴിക്കാതിരിക്കുമോ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. വ്യാഴവും വെള്ളിയും നമ്മുടെ വീട് ഏറ്റവും ശുദ്ധമായിരിക്കണം. ശനിയാഴ്ച പിന്നെ നമ്മൾ കലശം എടുക്കും, അല്ലെങ്കിൽ ഫോട്ടോയാണെങ്കിൽ അതാണെങ്കിൽ എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നല്ല ഐശ്വര്യം നമുക്ക് ലഭിച്ചിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.